ന്യൂ ജനറേഷനെയും ഇസഡ് ജനറേഷനെയും വരുന്ന തലമുറയെ മുഴുവൻ കേരള സമൂഹത്തിൻ്റെ ഭാഗധേയമാക്കി നിർത്തിക്കൊണ്ട് വലിയൊരു ക്ഷേമവും കരുതലും കൊണ്ടുവരാൻ പോകുന്ന ബൃഹത്തായ കുറേയധികം പ്രോജക്റ്റുകൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മെഗാ പ്രൊജക്റ്റുകൾ അത് സ്വകാര്യ മേഖലയിലാണോ പൊതുമേഖലയിലാണോ പങ്കാളിത്തമാറ്റത്തോടു കൂടിയാണോ PPP ആണോ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണോ അതോ പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ട്ണർഷിപ്പാണോ, എന്ത് പാർട്ട്ണർഷിപ്പായാലും ഏത് തരത്തിലായാലും കേരളത്തിൻ്റെ ലോജിസ്റ്റിക് മൊത്തം മാറ്റുന്നതിനുള്ള മെഗാ പ്രോജക്റ്റുകൾ ഒരുപാട് വിഭാവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഭാവനം ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുമ്പോൾ ആ ബഡ്ജറ്റിനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേരളം രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സംസാരിക്കുന്ന പോലെയാണ് ചില വിവാദങ്ങൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, അത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തിയ പ്രോജക്റ്റ് ആകട്ടെ, വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെടുത്തിയതാകട്ടെ, പോർട്ടുകളുമായി യോജിപ്പിക്കുന്നതാകട്ടെ, കേരളത്തിൻ്റെ ഓരോ പ്രദേശങ്ങളും തിരുവനന്തപുരം കൊല്ലം പോലുള്ള സ്ഥലങ്ങളെ വെച്ചുള്ള തെക്കൻ മേഖലയുടെ കോറിഡോർ ആകട്ടെ, ആലപ്പുഴ കേന്ദ്രമുള്ള ബ്ലൂ എക്കോണമി ആകട്ടെ, കേരളമാകെ നടപ്പിലാക്കുന്ന സിൽവർ എക്കോണമി ആകട്ടെ, വളരെ മനോഹരമായ ഒത്തിരി പ്രോജക്റ്റുകളും സങ്കല്പങ്ങളും വച്ചിരിക്കുകയാണ്. എല്ലാ സങ്കല്പങ്ങളും ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ നടപ്പാവുമോ എന്ന് ചോദിച്ചാൽ, വികസിത ഭാരതം എന്ന് പറയുന്ന നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത് എത്രയോ വർഷമാണ്, ഇനിയും 10-20 വർഷമുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ 10-20 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കൃത്യമായി വിഭാവനം ചെയ്തൊരു ഇടക്കാല ബഡ്ജറ്റാണ്. സമ്പൂർണ്ണ ബഡ്ജറ്റ് പോലുമല്ല. സമ്പൂർണ്ണമായ ബഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായി ഇതിനേക്കാൾ ഭാവനാപൂർണമായ പദ്ധതികൾ ഉണ്ടാകും. ഭാവനാപൂർണമായ പദ്ധതികൾ ഉണ്ടായതുകൊണ്ട് മാത്രം രാജ്യം രക്ഷപ്പെടില്ല, സംസ്ഥാനം രക്ഷപ്പെടില്ല. അതിനാവശ്യമായ പണം കണ്ടെത്തണം, മാൻ പവർ വേണം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതിന് വി.ഡി. സതീശനൊരു സമയം കൊടുക്കണ്ടേ? അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ വിമർശിക്കുക, അദ്ദേഹം ഒറ്റപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരിക, ചാനലുകളെല്ലാം അദ്ദേഹം എന്തോ സംഭവിച്ചു പോയിരിക്കുന്നു, 1 മാസത്തിനകത്ത് ഒലിച്ചു പോയിരിക്കുന്നു വി.ഡി. സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് അവസരം കൊടുക്കൂ, ഒരു കുഷൻ ടൈം, ഒരു ബോണസ് പീരീഡ് കൊടുക്കൂ. എന്തൊക്കെയാണ് അപവാദങ്ങൾ നമ്മൾ പുറത്തു പറയുന്നത്? ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൽ KSRTC സൗജന്യം കൊടുത്തപ്പോൾ നമ്മളും തെറ്റിദ്ധരിച്ചു, ഞങ്ങളുമൊക്കെ തെറ്റിദ്ധരിച്ചു. ഒരുപാട് ഓർഡിനറി ബസ്സുകൾ ഫാസ്റ്റ് ബസ്സാക്കി. അല്ല, ഫാസ്റ്റ് ബസ്സിൽ ബോർഡ് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, നേരത്തെ ഫാസ്റ്റായി ഓടിക്കൊണ്ടിരുന്നതിൽ തന്നെ ബോർഡ് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ ബസ് പോലും ആക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്, നിയമസഭയിലല്ലേ പറഞ്ഞത്, ഗതാഗത മന്ത്രിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോ വിഷയം, ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു കൂടിയാലോചന നടന്നോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. സീനിയറായ നേതാക്കൾ പറയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, കേരളം വിവാദങ്ങളിൽ പെടുത്തി ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന വലിയൊരു കേരളത്തെ നശിപ്പിക്കരുത്. എപ്പോഴും കേരളം നശിക്കുന്നത് വ്യക്തിപരമായ ഗോഹ്വാവിളികളും ഈഗോയും കോംപ്ലക്സും കൊണ്ടാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ 62 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി, ഒരു മന്ത്രി പോലും ആയിട്ടില്ല, ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശവും ഒരുപക്ഷെ അതിൻ്റെ ഒരു പരിചയക്കുറവും അതിൻ്റെ ഒരു അമിത ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവും. അതിനെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലെയുള്ളവരുണ്ട്, K മുരളീധരനെ പോലെയുള്ളവരുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, വളരെ സീനിയറായിട്ടുള്ള മന്ത്രിമാരുണ്ട്, സ്പീക്കറുണ്ട്, ഒത്തിരി ആളുകളുണ്ട് ഈ സംവിധാനത്തിൽ. അതുപോലെ VM സുധീരനുമായിട്ടൊക്കെ നല്ല ടേംസിലാണ്, ഒരു ടേംസ് വ്യത്യാസമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വളരെ വലിയ ഒരു ഭരണം നടത്താൻ സാധ്യത കിട്ടുന്ന ഒരു മുഖ്യമന്ത്രിയെ തനിക്കാക്കി ബെടക്കാക്കി ഒറ്റയ്ക്ക് തിരിഞ്ഞ് ആക്രമിച്ച് വരുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു കാരണവശാലും ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരവസരം കൊടുക്കൂ, സമയം കൊടുക്കൂ, കുഷൻ ടൈം കൊടുക്കൂ, ബോണസ് സമയം കൊടുക്കൂ. 1 വർഷമെങ്കിലും ബോണസ് സമയം കൊടുക്കണം. അദ്ദേഹത്തിനൊന്ന് ഹോംവർക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാറാൻ പോകുന്നു, ഈ മാസം ചീഫ് സെക്രട്ടറി മാറും. അതിനിടയിൽ
ചീഫ് സെക്രട്ടറി വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ പുതിയ ചീഫ് സെക്രട്ടറി വരണം ജൂൺ അവസാനം, ജൂലൈ 1 മുതൽ പുതിയ ചീഫ് സെക്രട്ടറി വരണം. എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും സമ്പൂർണ്ണമായി പേഴ്സണൽ സ്റ്റാഫ് വരണം. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഡയറക്ടർമാർ പഴയ ഗവൺമെൻറ്റിൻ്റെ നോമിനികളായി, പൊളിറ്റിക്കൽ നോമിനികളായി വന്നിട്ടുള്ള ആളുകൾ രാജിവെച്ചു. അവിടെ എല്ലാം ആളുകളെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ 6 മാസ സമയം ഇതിനെല്ലാം കൂടെ കൊടുക്കൂ. മിഷനുകൾ കിടപ്പുണ്ട്, അത് ലൈഫ് മിഷൻ അടക്കമുള്ളത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇന്ന് LSTD മന്ത്രി പറഞ്ഞിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി പറഞ്ഞിരിക്കുന്നത് ലൈഫ് മിഷൻ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ആളുകളെ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്, റീഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു 6 മാസം സമയം കൊടുക്കൂ, ഒരു ബോണസ് സമയം കൊടുക്കൂ, ഒരു കുഷൻ പീരീഡ് കൊടുക്കൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കുഷൻ ടൈം, ഒരു ബോണസ് ടൈം കൊടുക്കാതെ അധികാരത്തിൽ വന്ന് 4 ദിവസം കൊണ്ട് തന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഈ 30 ദിവസത്തിനകത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ട്രാൻസ്പോർട്ട് നഷ്ടത്തിലാവൂലേ, ഗവൺമെൻറ് ഖജനാവ് കുപ്പുകുത്തും എന്നൊക്കെ എന്ത് പറഞ്ഞാലും ആയിരക്കണക്കിന് രൂപയാണ് വനിതകൾക്ക് കേരളത്തിൽ ലാഭം കിട്ടുന്നത്. ആയിരക്കണക്കിന് രൂപയാണ്. ഒരു വനിത പറഞ്ഞത് അവർക്ക് 300 ഒരു ദിവസം 100 രൂപയാണ് ചിലവാകുന്നത് ബസ് ഫെയറിന്. അപ്പോൾ 3000 രൂപ അവരുടെ ജീവിതത്തിൽ ലാഭിക്കുകയാണ് 30 ദിവസം അവർ യാത്ര ചെയ്യുമ്പോൾ. സാധാരണ ജോലിക്കാരിയാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വലിയ രീതിയിൽ സ്ത്രീ ശാക്തീകരണം നടക്കുകയാണ്. 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ വയോജന വകുപ്പ് കൊണ്ടുവന്നു. പറയുന്ന പ്രവർത്തികൾ ഓരോന്നോരോന്നായി കൊണ്ടുവരികയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു കുഷൻ ടൈം കൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനലുമൊക്കെ കൃത്യമായി ഗവൺമെൻറ്റുകളെ വിമർശിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും മോശമല്ല. ഏത് ഗവൺമെൻറ് ആയാലും മോദി ഗവൺമെൻറ്റിനെയും പിണറായി ഗവൺമെൻറ്റിനെയൊക്കെ നമ്മൾ നന്നായി എതിർത്തിട്ടുണ്ട്. എതിർക്ക് മീൻസ് അതിൻ്റെ മെരിറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു മെരിറ്റ് വെച്ച് ഡീമെരിറ്റ് കണ്ടെത്തി പറയാനുള്ള സമയമായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയായി, അദ്ദേഹത്തിൻ്റെ 6 മാസ സമയം കണ്ണടച്ചുകൊണ്ട് മലയാളി സമൂഹം കൊടുക്കണം. കേരളീയർ അങ്ങനെ ഒരു 6 മാസ സമയം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രവർത്തികളെ കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്ത് തുടങ്ങാം. കാരണം ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്റം ഒന്ന് മാറി വന്ന് പുതിയൊരു ട്രാൻസ്ഫോമിങ് സ്റ്റേജിലാണ് സിസ്റ്റത്തിൻ്റെ. ആ സ്റ്റേജിൽ തന്നെ വിവാദങ്ങളും തർക്കങ്ങളും ചില പ്രശ്നങ്ങളുണ്ടാവും. പേഴ്സണൽ സ്റ്റാഫിൽ ആളുകളെ വയ്ക്കുന്നത്, അതുപോലെ മറ്റ് പല പോസ്റ്റിംഗ് നടക്കുന്നത്, അവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. അതിനെല്ലാം കുത്തിപ്പൊക്കി അതാണ് ഇവിടുത്തെ വലിയ കേരളം, അതാണ് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് VD സതീശൻ മോശമാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നാൽ സ്വാഭാവികമായിട്ടും മറ്റൊരു കേരളം സൃഷ്ടിക്കാനുള്ള, ഒരു ഭാവി കേരളം സൃഷ്ടിക്കാനുള്ള, ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള അവസരമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. സ്വകാര്യ മേഖല പൊതുമേഖല എന്ന് പറഞ്ഞാൽ ക്ലീശേ പറഞ്ഞ് നമ്മൾ 70 ആണ്ട് മുമ്പ് കളഞ്ഞു. 70 അല്ലല്ലോ, കൂടുതൽ കളഞ്ഞു. 47 തുടങ്ങിയതാണ് നമ്മൾ ഈ പരിപാടി. ടാറ്റയ്ക്ക് രാജ്യത്ത് സംവിധാനം ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ ടാറ്റയ്ക്ക് ആവശ്യമായ ഒരു സഹായം ചെയ്ത് കൊടുക്കുന്ന അന്ന് തുടങ്ങിയതാണ് നമ്മൾ. ടാറ്റ, ബിർള, ബൂർഷ, പെറ്റി ബൂർഷ എന്നൊക്കെ പറഞ്ഞ് മുട്ടസൂചി പോലും സർക്കാരിന് ഉണ്ടാക്കാനും പറ്റുന്നില്ല. ഉള്ള സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലാണ് ഓടുന്നത്. അവിടെ ആളുകളെ പിരിച്ചുവിടുന്നു, കരാറടിസ്ഥാനത്തിൽ ആളുകളെ വയ്ക്കുന്നു. കരാറടിസ്ഥാനത്തിൽ വെച്ച് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതീവ ഗുരുതരമായ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പൊതുമേഖല പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ പൊതുമേഖല ചിലപ്പോൾ ചില വർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കിയിരിക്കും. അത് മാത്രം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ പറയുന്ന വൻകിട പ്രോജക്റ്റുകൾക്കെല്ലാം ലോജിസ്റ്റിക്കായിട്ടുള്ള സംവിധാനം ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായി കേരള സമൂഹത്തിൽ വന്നൊഴുകുന്ന പണം, സ്വകാര്യ മൂലധനത്തെ കൈകാര്യം ചെയ്തല്ലേ പറ്റുള്ളൂ. അവിടെയൊക്കെ നമ്മൾ മറ്റൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ആധുനികവൽക്കരിച്ചേ കഴിയും. കൃഷി ആധുനികവൽക്കരിക്കണം, മെക്കനൈസ് ചെയ്യണം, മോഡേണൈസ് ചെയ്യണം, പ്രൊഫഷണലൈസ് ചെയ്യണം, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം, മാർക്കറ്റിംഗ് കണ്ടുപിടിക്കണം. തൊഴിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളുടെ ക്രയാശേഷി ഉപയോഗിക്കണം. ആളുകൾ, ജനങ്ങളുടെ 35 ലക്ഷം എംപ്ലോയ്മെൻ്റ് ഇല്ലാതെ ജോലിയില്ലാതെ നിൽക്കുകയാണ്. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേരൻറ് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ക്രയശേഷി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനെ പുതിയൊരു വ്യവസായത്തിൻ്റെയും പരിസ്ഥിതി സൗഹൃദത്തിൻ്റെയും അതുപോലെ തന്നെ വൻകിട പദ്ധതികളുടെയൊക്കെ ഒരു ഹബ്ബാക്കി മാറ്റേണ്ടതുണ്ട്. അവിടെ നക്കാപ്പിച്ച വർത്തമാനം പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഞാൻ വീണ്ടും പറയുന്നു, തനിക്കാക്കി ബെടക്കാക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. മലയാളിയുടെ ഒരു വിരുതുണ്ട്, കരുതലുണ്ട്, ഒരു പരിപാടിയുണ്ട്. താൻ രക്ഷപ്പെട്ടില്ലെങ്കിലും അപ്പുറത്തവൻ നശിക്കണമെന്നുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥ. അതിൽ നിൽക്കരുത്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും മാധ്യമങ്ങളായാലും പൊതുജനങ്ങളായാലും ഒരു സമയം
ഭരണകക്ഷിയിലുള്ളവരും ഒരു സമയം, ഒരു ചെറിയ കുഷൻ പീരീഡ്, ഒരു ബോണസ് പീരീഡ് മുഖ്യമന്ത്രിക്കും സംഘത്തിന് നൽകണം. അവർ എന്ത് ചെയ്യുമെന്ന് നോക്കാം. അതിനുശേഷമാകാം എല്ലാ വിമർശനങ്ങളും.